പക്ഷിമേഷൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ കരിപ്പൂരിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ കടുത്ത പ്രതിസന്ധിയിൽ. ഇന്നും സർവീസുകൾ അവതാളത്തിലായതോടെ നൂറുകണക്കിന് യാത്രക്കാരാണ് വലഞ്ഞത്. റിയാദിൽ നിന്നുള്ള 2 വിമാനങ്ങൾ മാത്രമാണ് ഇന്ന് കരിപ്പൂരിൽ സർവീസ് നടത്തിയത്. ഫ്ലൈനാസിന്റെയും സൗദി എയർലൈൻസിന്റെയും വിമാനങ്ങളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തിയത്. രാവിലെ 7:25 ഫ്ലൈനാസും 9:45 സൗദി എയർലൈൻസും യാത്രക്കാരുമായി തിരികെ റിയാദിലേക്ക് തിരിച്ചു. കഴിഞ്ഞ ദിവസവും ഇന്നലെയുമായി കരിപ്പൂരിൽ നിന്ന് പുറപ്പെടേണ്ടതും വരാനിരുന്നതുമായ 56 വിമാനങ്ങളാണ് ആകെ റദ്ദാക്കിയത്. ഇന്ന് മാത്രം 43 വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത്. ഇതിൽ 21 വിമാനങ്ങൾ കരിപ്പൂരിലേക്ക് വരേണ്ടവയും 22 വിമാനങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടേണ്ടവയുമാണ്. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെട്ടതോടെ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായി. അതേസമയം എയർ അറേബ്യയും ഒമാൻ എയറും വരും ദിവസങ്ങളിൽ സർവീസ് നടത്തുമെന്ന വാർത്ത യാത്രക്കാർക്ക് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. സംഘർഷം ലഘൂകരിക്കുന്ന മുറയ്ക്ക് കൂടുതൽ സർവീസുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ഈസ്റ്റ് ലൈവ്, കൊണ്ടോട്ടി.